അമ്മ കഴിക്കുന്നില്ല. എനിക്ക് നല്ല വിശപ്പില്ല. എന്താ ബ്രേക്ക്ഫാസ്റ്റിന്? ഉപ്പുമാവാ. പിറ്റേ ദിവസം രാവിലെ അടുത്തടി. എന്താണ് റീസൺ? ഉപ്പുമാവ്. അഭിഷേകിന് ഉപ്പുമാവ് ഇഷ്ടമല്ലെന്നുള്ള കാര്യം അറിയില്ലേ? അപ്പൊ നിനക്ക് അങ്ങോട്ട് ഉണ്ടാക്കി കൂടെ എന്തെങ്കിലും സാധനം അവന് ഇഷ്ടമുള്ളത്? അപ്പൊ മനഃപൂർവ്വം ചെയ്തതല്ലേ? ഇതിന് അമൃത ഉണ്ടാക്കിയത് നീ അവളെ കുറ്റം പറയണ എനിക്ക് മനസ്സിലാവുള്ള. ആരാ പറഞ്ഞെന്ന് പറ. അതെ, ആരാ പറഞ്ഞ അമൃത ഉപ്പുമാവ് ഉണ്ടാക്കാൻ? പറ, ആരാ അത്? അമ്മയല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടാ അമൃത ഉപ്പുമാവ് ഇന്നും ഉണ്ടാക്കിയത്. എന്നാ പിന്നെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞൂടെ? അഭിഷേകിന് ആഹാരം കഴിക്കാതെ ഓഫീസിൽ പോകണമെന്നാണോ? എന്നല്ല, പുറത്തുപോയി കഴിക്കുമെന്ന് കരുതി. പകരത്തിന് പകരം. ഇന്നലെ ഇവിടെ ഉണ്ടാക്കിയ ആഹാരം ഒക്കെ വേസ്റ്റായി. ആ വേസ്റ്റ് ആവും. കാരണം എന്താ? ഇന്നലെ ഉമ്മർ ഫുഡ് കഴിച്ചാ? ഇല്ലല്ല, എന്താ അവരെ കുറ്റം പറയണം? വീട്ടിലുണ്ടായാലും കഴിച്ചിട്ടുള്ള രാമേട്ടൻ എത്തിയോ? പ്രിയൂർ മാങ്ങ. ഈ സമയത്ത് ഏതൊരു രാമേട്ടൻ ഒരു കൊട്ടയിൽ നിറച്ച് പ്രിയൂർ മാങ്ങയും കൊണ്ടുവരും. മാങ്ങയ്ക്ക് എന്താ വില? ഞാൻ വില പറയില്ലല്ലോ കൊച്ചമ്മ. പറയില്ലേ? മതി, നമ്മൾ കൊടുക്കുന്നല്ലേ വില. ആണോ? എന്നാൽ 1 കിലോക്ക് 1 രൂപ വെച്ച് 10 രൂപ കൊടുത്താൽ അയാൾ സമ്മതിക്കോ? എന്റെ അഭിഷേകിന് കൊടുക്കാൻ ഒരു 10 മാമ്പഴം പ്രത്യേകിച്ച് വേണം. ഓ, 10 മതിയാ? നിന്ന് 10 മാമ്പഴം മാറ്റിട്ട് ബാക്കി മുഴുവനും എടുത്തു വെച്ചോളൂ. ഓ ശരി, ഉമ്മറ് ചെക്ക് വെച്ച്. ഇതിൽ നിന്ന് നല്ലത് നോക്കി ഒരു 10 മാമ്പഴം എടുത്ത് അഭിഷേകിന് വേണ്ടി മാറ്റി വെച്ചേക്കും. അത് ചെക്ക്മേറ്റ് വിളിച്ച്. ഇതുവരെ പോയില്ലേ? ഇതിന്റെ ഇടയ്ക്ക് അഭിഷേകിന് വേണ്ടി മാറ്റി വെച്ച മാങ്ങ നമ്മുടെ മായാവതി തിന്നു. അല്ല, മാമ്പഴം വിളമ്പിയില്ലേ? അല്ല, ശരിക്കും ഇത് കഴിച്ചു കഴിഞ്ഞിട്ടല്ലേ മാങ്ങ കഴിക്കുക? എല്ലായിടത്തും നോക്കി, അവിടെ എങ്ങും കാണുന്നില്ല. സിസിലി പോയി നോക്കിട്ട് പറയും, അയ്യോ അവിടെ മാങ്ങ കാണില്ല. ഞാൻ കൂടെ നിന്ന് എടുത്ത്. ഞാനത് വിശ്വസിക്കുന്നില്ല. പക്ഷേ എന്താ നിനക്ക് വിശ്വാസം ഇല്ലാത്തത്? അടിപൊട്ടി. അമൃത നുണ പറയില്ലെന്ന് എല്ലാവർക്കും അറിയില്ലേ? തെറ്റ് ചെയ്യാത്തവരൊന്നും ഈ ഭൂമിയിൽ ഇതുവരെ ജനിച്ചിട്ടില്ല. അത് പോയിന്റ്. അമൃത തെറ്റ് ചെയ്താൽ അത് തെറ്റല്ലാതാവോ? ഒരു മാങ്ങ മതി, ഇനി അമൃതയെ കുറിച്ച് ശബ്ദിക്കരുത്. എന്താ ശബ്ദിച്ച? ഞങ്ങളുടെ ഉമ്മറൂനോട് കളി വേണ്ടട്ടാ. ഉമ്മറൂനെ തൊട്ടാ ഉമ്മറു ഫാൻസ് ഇളകും. മാമ്പഴം എടുത്തത് ഞാനാണ്. ഇവക്ക് എന്തിന്റെ കേടാ? എന്താ നീ പറഞ്ഞത്? എന്താ നീ പറഞ്ഞത്? ഞാനാ അഭിഷേകിന് വെച്ചിരുന്ന മാമ്പഴം എടുത്തത്. ഇല്ല, ഞാൻ ഇത് വിശ്വസിക്കുന്നില്ല. ശരി, വിശ്വസിക്കണ്ട. നീ എന്തുകൊണ്ട് നേരത്തെ എന്നോട് പറഞ്ഞില്ല? ഇത് മോഷണം തുടങ്ങിയിരിക്കുന്നതാ. ഉമ്മർലാദേവിയുടെ കണ്ണകം കൂടെ ഉരുണ്ടങ്ങോട്ട് വരും. കണ്ണൊട്ടി പേടിപ്പിച്ചു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞല്ലോ. മുത്തശ്ശിയിലേക്ക് മനുഷ്യന് മനസ്സമാധാനത്തിന് ഫുഡ് കഴിക്കാനും സമ്മതിക്കില്ല. ശല്യങ്ങള്. അങ്ങനെയെങ്കിൽ അങ്ങനെ ഇതെവിടെയും ചെന്നെത്തില്ലെന്ന് ഓർത്തോ. കാണാം. അടിപൊട്ടി ലാസ്റ്റ് നമ്മുടെ മുത്തശ്ശി ഇടപെട്ടു. ഈ വീടിന്റെ ചാവി ഇങ്ങ് മടക്കിത്താ. മുത്തശ്ശി ഉമ്മർലാദേവിയുടെ എന്ന് പറയും, താക്കോല് തിരിച്ചാ ഞാൻ വീട് ഭാഗം വെക്കാൻ പോവാണ്. കരയണ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒന്നും അറിയാത്ത പോലെ ഒന്ന് കരയണി മധു. പിന്നെ കുറെ കണ്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ബാക്കിയാണ്. അമ്മയുടെ ഈ തീരുമാനം ഞങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട്. എന്നാ പിന്നെ ഒരു പെയിൻ കില്ലർ കഴിക്കി. ഇത് പടിഞ്ഞാറ്റുകരയിലെ 50 സെന്റ് പുരയിടവും അവിടുത്തെ വീടിന്റെ പ്രമാണമാണ്. ഓക്കെ, അത് സിസിലിക്കുള്ളതാണ്. അത് മാറ്റി വെച്ചേക്കും. 50 സെന്റും വീടുവാ. ദേശായി കുടുംബത്തിലെ വേലക്കാരിയായിട്ട് ജോലിക്ക് വരുന്നു. ഞാൻ ഈ വീട് വിട്ട് പോകുന്നു. അപ്പൊ ഉമ്മർലാദേവി പറയും, ഭാഗം വെക്കണ്ട, ഞാനും എന്റെ ഫാമിലി വീട് വിട്ട് പോവാണെന്ന് പറയും. നിൽക്ക്, ഇതെടുത്തോട്ട് പോകാം. അതെന്താ, കുച്ചിപ്പുടി കളിക്കാൻ പോവാണോ? ഈ വീട് വിട്ടു പോകാൻ ഞാൻ ഇത് സമ്മതിക്കില്ല. യോ, ഇപ്പൊ എന്തൊരു സ്നേഹം. നമ്മൾ ഒന്നല്ലേ? നമ്മൾ കഴിക്കേണ്ടത് ഒരേ പാത്രത്തിൽ നിന്നല്ലേ? അതെന്താ അവിടെ വേറെ പാത്രമൊന്നുമില്ല? ഇത്രയും കോടീശ്വരന്മാരായിട്ട് ഒരു പാത്രം ഉള്ളു ആകെ. അമ്മ പറയട്ടെ, ഞാൻ എന്റെ തീരുമാനം മാറ്റാം. ഓക്കെ, മുത്തശ്ശി സമ്മതിക്കട്ടെ. മുത്തശ്ശി സമ്മതിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകാണ്ടിരിക്കാം. സ്വത്ത് ഭാഗം വെക്കുന്നു ആര് പറഞ്ഞു? മുത്തശ്ശി പ്രാങ്കിന്റെ ആളാ. ഇതെന്റെ ഒരു പരീക്ഷണമായിരുന്നു. അങ്ങനെ ആ പ്രശ്നവും കഴിഞ്ഞു. അടുത്ത പ്രശ്നം എന്താണാവോ? കഴിച്ചോളൂ. അപ്പൊ ഈ തമ്മിത്തലേന്റെ ശിക്ഷയായിട്ട് രണ്ടുപേരുടെയും കയ്യിൽ അവല് നനച്ച് അവല് കൊടുത്തിട്ട് പറഞ്ഞു, കൈമുട്ട് മടക്കാണ്ട് കഴിക്കണം പറഞ്ഞു. രണ്ടുപേരും കൈ മടക്കാതെ കഴിക്കണം. അവരൊന്ന് കൈമുട്ട് മടക്കാണ്ട് ഇതെങ്ങനെയാ കഴിക്കുക? എടാ മണ്ടന്മാരെ ഓപ്പോസിറ്റ് വെക്കറേ. ബുദ്ധിയാണ് ബുദ്ധി. എന്നോട് ചോദിക്കാൻ പറഞ്ഞത്. അങ്ങനെ വഴക്ക് പറഞ്ഞ് മനസ്സ് തുറന്നവര് ഒന്നിക്കുകയാണ് ഗൈസ്. ഈ സ്നേഹത്തിന്റെ മുന്നിൽ ഇവിടെ മാത്രമാണ് ഞാൻ കരഞ്ഞിട്ടുള്ളത്. നാടൻ പച്ചക്കറി കിട്ടിയാലേ നാരായണ എടുത്ത് ഇങ്ങോട്ട് വരും. നെക്സ്റ്റ് ഡേ നമ്മുടെ നാരായണ ചേട്ടത്തി വരും, കുറച്ച് പച്ചക്കറിയും കൊണ്ട്. വെയിലുണ്ട്, ആളുകൾ ചത്തൂന്നൊക്കെ കേട്ടു. ചത്തൂന്നാ? എന്താ പശു? ഓസോൺ പാളി പോയതുകൊണ്ട്. ഓസോൺ പാളിനെ പറ്റി അമൃതയ്ക്ക് അറിയും. അപ്പൊ ചേച്ചിക്ക് കുടിക്കാൻ സംഭാരം കൊടുത്ത അമൃതയ്ക്ക് തലകറക്കം. എന്താ കുഞ്ഞെ ഈ സമയത്ത് തലകറക്കം? അതിന് 1 മാസമായി ഇത്ര ഉണ്ടെന്ന്. ഞാൻ എടുത്തോളാം. അല്ല, അപ്പൊ പച്ചക്കറി തൂക്കലൊന്നുമില്ല, വെറുതെ അങ്ങോട്ട് എടുക്കുക. 1 മാസമായ തലചുറ്റന്റെ കാര്യം ഇപ്പോഴല്ലേ മനസ്സിലായത്? മനസ്സിലായി, എനിക്ക് മനസ്സിലായി. എന്ത്? ഒന്നും അറിയാത്ത പോലെ. അമൃത കുഞ്ഞിന്റെ വയറ്റിലെ ഒരു കുഞ്ഞു വാവ വളരുന്നുണ്ടെന്ന്. എന്നാലും ഒരൊറ്റ രാത്രി കൊണ്ട് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ സിനിമയിലും സീരിയലിലും റിയൽ ലൈഫിൽ സംഭവിക്കണില്ലല്ലോ. ഒന്നില്ല.
എനിക്കിതൊക്കെ കണ്ടാലറിയാം. ചേച്ചി ആരാ ഡോക്ടറാ? മാങ്ങ എടുത്ത് ആർത്തിയോടെ കഴിച്ചാൽ എന്താ അതിനർത്ഥമെന്ന് എനിക്കറിയാം. എന്താ മാങ്ങ ഇഷ്ടമാണോ അതന്നെ? ഇതിന്റെ കാശത്രേ? കാശൊന്നും വേണ്ട. കാശ് വേണ്ടേ? എന്തിനു നല്ല ചേച്ചി, ഇങ്ങനത്തെ ചേച്ചി എന്റെ വീട്ടിലും പച്ചക്കറി വിൽക്കാൻ വരണേ. വരോ ചേച്ചി പ്ലീസ്. ഇവരിപ്പോ അവിടെ നിന്ന് റൊമാൻസ് വേണ്ട കേട്ടോ, ആരെങ്കിലും കാണും. എന്താ വേണ്ട വേണ്ടെന്ന് പറഞ്ഞില്ലേ? സ്വപ്നായിരുന്ന എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ? അടുക്കളയിലേക്ക് ഒന്ന് അർജുൻ ഇതൊക്കെ പ്രാന്തായ. അമൃതേ, ഞാൻ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കാൻ ഞാൻ വന്നു കാണും അല്ലേ? എല്ലാം അറിയാലോ ഇവന്. എന്നാലും ഇവനിത് എങ്ങനെ അറിഞ്ഞേ? സ്വപ്നത്തിൽ അവനുണ്ടായില്ലേ, അവനറിയാലോ. ശരിയാ, ബാക്കി കാണിക്ക്. അവിടുന്ന് അവിടെന്ന് എനിക്ക് നാണാ. അദ്ദേഹത്തിന് ഒന്നും ഓർമ്മയില്ലെന്നല്ലേ പറഞ്ഞത്? പെട്ടെന്ന് അവർക്ക് ടെൻഷൻ. അന്ന് രാത്രി നടന്ന കാര്യങ്ങൾ അർച്ചന ഓർമ്മയില്ല. അപ്പൊ എന്ത് ചെയ്യും ഞാൻ? ഒരു ചിത്രത്തിനുള്ള ആശയം വന്നു കഴിഞ്ഞു. സത്യം എങ്ങനെ അവളെ ബോധ്യപ്പെടുത്തും? അയാൾക്ക് ഒന്നും ഓർമ്മയില്ലാത്തടത്തോളം. എന്റെ പൊന്നെ വെറുതെ നേരെ അങ്ങോട്ട് പറഞ്ഞാ പോരെ, അന്ന് രാത്രി ഇങ്ങനെയൊക്കെ നടന്നു. ഇതെന്തിനീ വളച്ചേട്ടനെ? വാഷിംഗ് വാങ്ങി. എന്താടി വിശേഷം ഉണ്ടല്ലേ? വർഷയ്ക്ക് കാര്യം പിടികിട്ടി. കാര്യം നല്ല വിശേഷം പറയാം. ഉമ്മ വയ്ക്കണ ഉമ്മയുടെ എക്സ്പ്രഷൻ. അമൃത പ്രഗ്നന്റ് ആണെന്ന്. ഇവരുടെ എക്സ്പ്രഷൻ കണ്ട ഇവര് പ്രഗ്നന്റ് ആണെന്ന് തോന്നൂലോടാ. കൃഷ്ണ, അയ്യോ കൃഷ്ണന്റെ അല്ല, അർജുന്റെ. ആണോ? ആണാണോ പെണ്ണാണോ എന്ന് അറിയില്ല. അത് ഡെലിവറി കഴിയുമ്പോൾ അറിയുള്ളൂ. നമുക്കിതൊന്ന് ആഘോഷിക്കണം. അത് ശരി. പൂജ നടത്തു ഫസ്റ്റ്, എന്നിട്ട് സെലിബ്രേഷൻ മതി. ശരിക്കും? സത്യമായിട്ടും അവിടെ മുടി കൊണ്ട് എന്റെ കണ്ണട തെറിച്ചു പോയില്ലടാ. നമുക്ക് കുഞ്ഞു ജനിച്ചു കഴിയുമ്പോ എന്നോടുള്ള സ്നേഹം കുറയരുത്. ക്രിഞ്ച് സ്വപ്നം. ദേ, നീ ഒരു അച്ഛനാകാൻ പോവാ. അർജുൻ, ഞാനാ? പോടാ, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇതെങ്ങനെ? ഇതറിഞ്ഞ ടെൻഷനിൽ അർജുൻ ഓഫീസിൽ പോയിരുന്നിട്ട് ഇങ്ങനെ കലണ്ടർ നോക്കുമ്പോ ആണ്ട്രാ ഇന്ന് ഏപ്രിൽ 1 അമൃതേ, വാടകുട്ട. വാടകുട്ടാന്നാ? നീ പ്രഗ്നന്റ് എന്നറിഞ്ഞപ്പോ ഞാൻ ശരിക്കും ഞെട്ടി. അമൃത, ഇപ്പോഴെങ്കിലും എന്നെ മനസ്സിലായല്ലോ. ഞാൻ മറന്നിരിക്കാന്ന് വിചാരിച്ചു. ഇന്ന് ഏപ്രിൽ 1 അല്ലേ? നീ ഗർഭിണിയാണെന്ന് പറഞ്ഞ് എല്ലാരെയും ഫൂളാക്കി. സത്യമായിട്ട് ഞാൻ ഗർഭിണിയാ. വിശേഷമുണ്ടാവുള്ള ബന്ധം നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടില്ലല്ലോ. ഉണ്ടായി, അന്ന് രാത്രി ഉണ്ടായി. എന്തുണ്ടായി എന്ന് പറയാൻ? കരഞ്ഞ് അഭിനയിച്ചാലൊന്നും എന്നെ ഇനി ഫൂളാക്കാൻ ഞാൻ സമ്മതിക്കില്ല. കില്ലാടി അർജുന, നീ ആള് കൊള്ളാലോടാ. ഓർമ്മയില്ലെന്ന് ഉറപ്പാണോ? നിനക്കൊന്നും ഓർമ്മയില്ലല്ലേ? നിനക്കെന്തോ കുഴപ്പമുണ്ട്. തനിക്ക് കുഴപ്പം. വൈകുന്നേരമാവട്ടെ, ഒരു ഡോക്ടറെ കാണാം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഓഫീസിലെത്തി അർജുൻ. ഇവിടെ നോർമൽ ഫംഗ്ഷനിങ് ആണ് സർ. സർ, ഇവിടെ ഒരു കുഴപ്പമില്ല. ഇയാളോട് ആരെങ്കിലും ചോദിച്ചാൽ കള്ളപ്പന്നി എല്ലാ ന്യൂസും വിളിക്കാൻ കയറി വന്നോളൂ. മാനേജറാണ് പോലും. മാനേജർ കൊന്നുപ്പെടണമായിരുന്നു. ഇന്നും ഒരു ദിവസത്തെ ലീവ് വേണമായിരുന്നു. ലീവാ? ഇറങ്ങി പോടാ. മകൾ പ്രസവിച്ചു. ഇപ്പോഴാ വിളിച്ചു പറഞ്ഞത്. ഓ, എന്നത്താ ലീവ് എടുത്തോട്ടാ? കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സർ. താങ്ക് യു. മറ്റേ പുള്ളി ഒപ്പ് നോക്കുമ്പോ നോട്ട് പ്രഗ്നന്റ്. അർജുൻ സാറിന് വട്ടായ. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്. ഓക്കെ, അങ്ങനെ റിസൾട്ട് വന്നു. അമൃത പ്രഗ്നന്റ് ആണ്. അർജുൻ, സത്യമായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്റെ കൈകൾ ശുദ്ധമാണ്. ദേശായി കുടുംബത്തിലെ കുഞ്ഞു മഹാരാജാവാ ഈ വയറ്റിലുള്ളത്. സൂക്ഷിച്ചുകൊണ്ട് നടക്കണം. ഐഫോൺ ആണല്ലോ സൂക്ഷിച്ചുകൊണ്ട് നടക്കാൻ. നീ അർത്ഥം വെച്ചാണല്ലോ സംസാരിക്കുന്നത്. ഈ സീരിയലുകളിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? മിസ്കമ്മ്യൂണിക്കേഷൻ ആണ് പ്രധാന പ്രശ്നം. എല്ലാം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പറയാതെ ഞാൻ എങ്ങനെ അറിയാം? അർജുന് സംശയം, അമൃതയ്ക്ക് വിഷമം. ഇതിങ്ങനെ തെളിയിക്കും. മേ കം ഇൻ? ഡബിള് മനസാക്ഷി വന്നിട്ടുണ്ട്. എന്റെ ഓർമ്മയിൽ എവിടെയോ ആ രാത്രി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആ രാത്രി മാഞ്ഞു പോയോ, അങ്ങനെയല്ലേ പാട്ട് തന്നെ. ഋഷിയുടെ ജന്മദിന ദിവസമാണ് ഇത് സംഭവിച്ചത്. കറക്റ്റ് പറഞ്ഞു കൊടുക്ക എന്താ സംഭവിച്ചെന്ന് ചെക്കൻ ഓർക്കട്ടെ. ഈ സമയത്ത് അങ്ങ് വീട്ടിൽ കൊച്ചിന് അച്ഛൻ ഇല്ലാണ്ടാണല്ലോ ജനിക്കുന്നതെന്ന് ഓർത്തൊരാൾ കൊച്ചിനെ നശിപ്പിക്കാൻ വേണ്ടി സ്റ്റെപ്പ് തല തിരിച്ചറങ്ങുക. നീ എന്തിനു വേണ്ടത് പണിക്കൊക്കെ പോണേ? കുറച്ച് കപ്പങ്ങ് വഞ്ച് കഴിച്ചാ പോരെ? അത് നിനക്ക് അങ്ങനെ അറിയാം? അതിങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടറിയണതാട്ടെ, എനിക്ക് അറിയില്ല. അമൃത ഇങ്ങനെ വീഴാൻ പോകുമ്പോ ബാക്കിൽ നിന്ന് ഒരാൾ വന്ന് പിടിക്കും. അർജുൻ! വല്ലാത്ത റൊമാൻസ്. അല്പസമയം കൂടി എന്റെ കയ്യിൽ ഇങ്ങനെ ഇരുന്നോളൂ. ഇരിക്കട്ടെ എന്ന്. നമ്മുടെ കുഞ്ഞ്. അമൃത, എന്താ പറഞ്ഞേ? നമ്മുടെ കുഞ്ഞാ? നിനക്ക് ബോധം വന്ന മനുഷ്യ?
ഓഫീസിലിരുന്നപ്പോ ഞാൻ കണ്ടു താൻ ടെൻഷനാകുന്നത്. ഭാഗ്യം ഈ അർജുന്റെ മനസാക്ഷി കാരണം ഒരു ഉപകാരം ഉണ്ടായില്ല. ഒരു സിക്സ് സെൻസ് ടെലിപ്പതി. എലിപ്പനിയാ? ഓ ടെലിപ്പതി. ആ കുഞ്ഞു